അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും അതുപോലെ തന്നെ പൊറോട്ടയുടെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കിഡിലൻ വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണേ. ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത് ഞാനിവിടെ ഇന്നലെ തന്നെ കുറച്ച് ഗ്രീൻ പീസ് കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഫ്രോസൺ ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതിയേ. പിന്നെ അതുപോലെ തന്നെ 3 ഇടത്തരം ഉരുളക്കിഴങ്ങ്, ഒരു കുഞ്ഞ് ക്യാരറ്റ്, പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഒരു 3-4 പച്ചമുളക്. അത് പച്ചമുളക് നിങ്ങളുടെ കയ്യിലുള്ളതിൻ്റെ എരിവ് നോക്കിയിട്ട് എടുത്താൽ മതി. പിന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള 3 സവോളയും കൂടി എടുത്തിട്ടുണ്ട്. ഒരു 4-5 ബീൻസും കൂടി എടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റൂ വയ്ക്കുമ്പം നമുക്ക് ക്യാരറ്റ് വളരെ കുറച്ച് മാത്രമേ എടുക്കാവൂ. ആ ഒരു സ്റ്റൂവിനൊരു കളറുണ്ടല്ലോ, അതങ്ങ് മാറിപ്പോവും. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കുക്കറിലേക്ക് 4 ഗ്രാമ്പൂ ഇട്ട് കൊടുത്തു. ഒരു തക്കോലം ചേർത്ത് കൊടുത്തു. ഒരു വലിയ കഷ്ണം പട്ട മുറിച്ചിട്ട് കൊടുത്തു. പിന്നെ ഒരു 4 ഏലക്കയും കൂടി എടുത്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 മണി കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മസാലകളൊക്കെ നന്നായിട്ട് മൂത്ത് ഒരു മണം വരണം. ആ ഒരു പച്ച മണമൊക്കെ മാറി നല്ലൊരു മൊരിഞ്ഞ ഒരു മണം വരണം. ആ ഒരു സമയം ആകുമ്പോഴത്തേക്കും നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പച്ചക്കറികളൊക്കെ ചെറിയ ചതുര കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ നുറുക്കി വെച്ചേക്കുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് ഇത് കാണാനും ഭംഗി. അതുപോലെ തന്നെ നമ്മുടെ ആ ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങളുടെ കയ്യിൽ കോളിഫ്ലവർ ഉണ്ടെങ്കിൽ അതും കൂടി ഈ ഒരു സമയത്ത് നമ്മൾ ചേർക്കണമെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയാണ്. കോളിഫ്ലവർ നമ്മൾ വാങ്ങിച്ച് അതിൻ്റെ ആ പൂക്കളൊക്കെ അടർത്തിയെടുത്ത് തിളച്ച വെള്ളത്തിൽ ഇട്ട് എടുക്കണം. അപ്പോൾ അതിലെന്തെങ്കിലും പുഴുക്കളോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോവും. എന്നിട്ട് വേണം നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാനേ. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഭയങ്കരമായിട്ട് കളറ് ചേഞ്ച് ആവുന്നവരെ വഴറ്റരുതേ. ഒരു കണ്ണാടിപ്പരുവം, സവാളയൊക്കെ ഒരു ചെറിയൊരു കണ്ണാടിപ്പരുവം ആവത്തില്ലേ, ആ ഒരു സമയം വരെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ഒഴിക്കുന്നതിനേക്കാളും ചൂടുവെള്ളം ഒഴിക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതങ്ങ് ചൂടായും കിട്ടും. മാത്രമല്ല കറിക്കൊരു പച്ച ചുവയും വരത്തില്ല. ഇനി നമുക്കിത് കുക്കർ അടച്ച് വെച്ചിട്ടൊരു 4 വിസിൽ അടുപ്പിച്ചെടുക്കാം. ചില കുക്കറിൽ 3 എണ്ണം മതിയായിരിക്കും. ഓരോരുത്തരുടെ ഗ്യാസിൻ്റെ ചൂടും കുക്കറിൽ വേകുന്ന സമയമെല്ലാം വ്യത്യാസമായിരിക്കും. എനിക്കിതിപ്പോൾ ഒരു 4 വിസിലൊക്കെ എടുത്തപ്പോഴത്തേക്കാണ് കേട്ടോ നന്നായിട്ട് ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. ആ ഒരു ഗ്രീൻ പീസും അതുപോലെ തന്നെ ആ ഒരു സവാളയും കിഴങ്ങും എല്ലാം പെട്ടെന്ന് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ സവാളയ്ക്ക് പിന്നെ വലിയ വേവൊന്നുമില്ല. അപ്പം ഇനി ഗ്രീൻ പീസ് നമ്മൾ ബാക്കി തേങ്ങാപ്പാലൊക്കെ കിടക്കുമ്പോൾ തന്നെ കുറച്ചും കൂടി ഒന്ന് ഉടഞ്ഞ് വരും, വെന്തുടഞ്ഞ് വരും. അത്യാവശ്യം വെള്ളമൊക്കെ അതിനകത്തുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാനുണ്ട്. ഞാനിപ്പം 2ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 3/4 ഗ്ലാസോളം തേങ്ങാപ്പാലിൻ്റെ 2ാം പാൽ ഒഴിച്ചു കൊടുക്കുവാണ്. അതിൽ കിടന്ന് ഈ പച്ചക്കറികളും ഈ മസാലയൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് തിളച്ച് വരണം. ആ ഒരു പാലിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഫ്ലേവറൊക്കെ ഈ ഒരു പച്ചക്കറിയിലേക്ക് നന്നായിട്ടിങ്ങനെ ചേർന്ന് വരണേ. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യണേ. ഉപ്പ് കുറവായിരുന്നുകൊണ്ട് ഞാനൊരു ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് 1ാം പാൽ ഒഴിച്ചു കൊടുക്കാനുണ്ട്. ഇനിയാണ് നമ്മുടെ സീക്രട്ട് ടിപ്പ് എന്ന് പറയുന്നത്. ഞാനൊരു 10 കശുവണ്ടിപ്പരിപ്പ് നല്ല വടുകനെ അരച്ചിട്ട് ആ ഒരു തേങ്ങാപ്പാലാണ് കേട്ടോ അരച്ചേക്കുന്നത്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/4 കപ്പോളം ഉണ്ട്. ഇനി കൈ എടുക്കാതെ തന്നെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഒരു ഇച്ചിരി വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം, ചൂടുവെള്ളം. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇത് കുറുകി പോകും. കാരണം ഗ്രീൻ പീസൊക്കെ ചേർത്ത് വെക്കുന്നതുകൊണ്ട് തന്നെ. ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ആ ബെല്ലൈക്കൺ സബ്സ്ക്രൈബ് ബട്ടണൊക്കെ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇനി 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും 1/4 ടീസ്പൂൺ നെയ്യും ഒരു കുഞ്ഞ് കൈച്ചട്ടിയിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 10-12 കശുവണ്ടി പരിപ്പും പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ സ്റ്റൂ ആയതുകൊണ്ട് തന്നെ നമ്മൾ കടുകും വറ്റൽമുളകും ഒന്നും ചേർക്കത്തില്ല. അതിൻ്റെ ഒരു കറക്റ്റ് രീതി എന്ന് പറയുന്നത് അങ്ങനെയാണ്. പെട്ടെന്ന് തന്നെ കുക്കറൊന്ന് അടച്ച് വയ്ക്കാം ഒരു 5 മിനിറ്റ്. അതൊക്കെ കഴിഞ്ഞ് തുറന്ന് നോക്കിയിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണേ. അടിപൊളിയായിട്ടുള്ള സ്റ്റൂ കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റൂ നമുക്ക് എന്തിൻ്റെ കൂടെ നല്ലൊരു ബെസ്റ്റ് കോംബോ ആണ്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്രീമി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. താങ്ക് യു.